അഞ്ചാമത്തെ പോയിൻ്റാണ് മാനസിക പ്രശ്നങ്ങൾ വരുന്നത്. ഈ അഡൾട്ടിൽ, അതായത് 30 വയസ്സിന് ശേഷം ഈ മാനസികമായിട്ടുള്ള പല രോഗങ്ങളും എക്സ്പ്രസീവ് ആവും അഡൾട്ട് ആയി വരുമ്പോൾ, 25 കഴിയുമ്പോൾ. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നത്, പഠനങ്ങൾ പറയുന്നത് കൊച്ചുനാളിൽ, അതായത് ചൈൽഡ്ഹുഡ് ട്രോമാസും കുട്ടിക്കാലത്ത് അനുഭവിച്ച വേദനകളും പ്രശ്നങ്ങളും അതേപോലെ തന്നെ കൗമാരത്തിലുണ്ടായ പ്രശ്നങ്ങളുടെയും റിഫ്ലക്ഷനാണ് ഈ ഒരു സമയത്ത് ഏർലി അഡൾട്ട്ഹുഡിലൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ള കുട്ടികൾ. കാരണം അന്തരീക്ഷം, എൻവിറോൺമെൻറ്റ്, വീട്ടിനകത്തുള്ള ഫാമിലി അറ്റ്മോസ്ഫിയർ, അച്ഛനും അമ്മയും കൂടെയുള്ള വഴക്ക്, പ്രശ്നങ്ങൾ, പിന്നെ ബ്രോക്കൺ ഫാമിലീസ്, അച്ഛനൊരിടത്ത് അമ്മ ഒരിടത്ത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ. അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി മുന്നോക്കമുള്ള കുട്ടികളുമായിട്ട് ഇടപെടുമ്പം അവർക്കുണ്ടാകുന്ന കുറവുകൾ, കുറവ് അവരത് അക്സെപ്റ്റ് ചെയ്യാനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ശാരീരികമായിട്ടുള്ള കുറവുകൾ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പോൾ അതൊക്കെ നേരിടുമ്പോഴാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് അത് പോയി ചെല്ലുന്നത്. അപ്പം ഒറ്റയ്ക്കിരിക്കുക, വെറുതെ ഇരുന്ന് കരയുക, ഒറ്റയ്ക്ക് സംസാരിക്കുക, മുറിയടച്ചിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ കാണുമ്പം നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുമ്പം വീട്ടുകാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടെങ്കിലും അത് ഷെയർ ചെയ്തിട്ട് കാരണം നിങ്ങൾക്ക് എന്തോ തോന്നുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ, സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്തോ ആരോടെങ്കിലും, അല്ലെങ്കിൽ വീട്ടിനകത്ത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, റിലേറ്റീവ്സ് ആരോടെങ്കിലും തുറന്ന് പറയുക. നിങ്ങൾ തന്നെ സ്വയം പറയണം, എനിക്കെന്തോ പോലെ തോന്നുന്നു, എനിക്ക് ഏതെങ്കിലും ഡോക്ടറെ കണ്ടാൽ കൊള്ളാം എന്ന് സ്വയമേവ മനസ്സിലാക്കി മാറണം. കാരണം ഇനിയുള്ള കാലത്ത് അച്ഛനും അമ്മയും നോക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ സ്വയം മാറി വരാൻ വേണ്ടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഈ സമയത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, അതായത് ഈ അഡോളസൻറ്റ് സമയത്തെങ്കിലും നമ്മൾ ഈ ഒരു മെൻ്റൽ സ്ട്രഗിളിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കണം. അതല്ലെങ്കിൽ വളരെ സിവിയറായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ അഡോളസൻറ്റ് സമയത്തുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സപ്രഷൻസാണ്. അപ്പം അതിങ്ങനെ ഒതുക്കി വയ്ക്കുന്നതനുസരിച്ച് അതെല്ലാം അഡൾട്ട് ആകുമ്പം അത് പലതരത്തിലും അത് എക്സ്പ്രസീവായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു ജീവിത ശൈലിയെ തന്നെ അതങ്ങ് എഫക്റ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് ആരോഗ്യ പ്രശ്നം. ആരോഗ്യ പ്രശ്നത്തിൽ വരുന്നത്, ആരോഗ്യ പ്രശ്നം എന്ന് വെച്ചാൽ പല രോഗങ്ങൾ, എപ്പോഴും അസുഖം എന്ന് പറയും ചില കുട്ടികൾ. കാരണം തലവേദന, വയറുവേദന, പിന്നെ കാലുവേദന, കുറേ എന്തെങ്കിലുമൊക്കെ പുതിയ കാണാൻ പറ്റാത്ത തരത്തിലുള്ള, നമുക്കിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അസുഖങ്ങൾ എപ്പോഴും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ദിവസവും വേദന പറയും, ശരീരവേദന, എണീക്കാൻ പറ്റുന്നില്ല, അവിടെ തലവേദന, നെഞ്ചുവേദന, പല കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനുള്ള കാരണം അവരെ മറ്റുള്ള ആൾക്കാർ, അതായത് നമ്മുടെ മുതിർന്ന ആൾക്കാർ, അച്ഛനോ അമ്മയോ അധ്യാപകരോ കൂട്ടുകാരോ ക്രിട്ടിസൈസ് ചെയ്യുക, അവരെന്തെങ്കിലും കാര്യങ്ങളിൽ അവോയ്ഡ് ചെയ്യുക, ആ ഒരു ചിന്തകൾ മനസ്സിൽ വരുമ്പം ഈ ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികളുണ്ട്. കാരണം ആരോടും തുറന്ന് പറയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർ ഉള്ളിലൊതുക്കി വയ്ക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യും. അത് സൊമാറ്റിക്കായിട്ട് എക്സ്പ്രസീവ് ആവും. അതാണ് ഈ പല ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, ഹെൽത്തി ഫുഡൊന്നും കഴിക്കാതിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യുക. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നത് ഈ നല്ല ഫാറ്റി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. രാവിലത്തെ ആഹാരം കഴിച്ചാൽ നമ്മൾ വളരെ തടി വയ്ക്കും എന്നൊക്കെ തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ ബോഡി കോൺഷ്യസ് ഉള്ളതുകൊണ്ട്, കാരണം ശരീരത്തിനെക്കുറിച്ചുള്ള വളരെ കോൺഷ്യസാണ് ഈ പ്രായം. അപ്പോൾ ഇവർ കൂട്ടുകാരോടൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ ജിമ്മിലൊക്കെ പോയി ബോഡി ബിൽറ്റപ്പ് ചെയ്യാൻ നോക്കും, പെൺകുട്ടികളാണെങ്കിൽ ശരീരം സ്ലിം ആക്കാൻ നോക്കും. അപ്പോൾ സ്ലിം ആക്കുന്ന സമയത്ത് കഴുത്തിലെ എല്ല് കാണണം, ഇവിടുത്തെ കഴുത്തിലെ എല്ല് കാണണം, പിന്നെ ബെല്ലി ചാടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫുഡ് മാക്സിമം അവർ കുറയ്ക്കും. പാല്, അങ്ങനത്തെ വൈറ്റമിനും പ്രോട്ടീനും അതെല്ലാം കുറച്ചിട്ട് അനോറെക്സിയ നെർവോസിയ എന്നുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാകും. മിക്ക കുട്ടികളിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. വയറിൽ അസിഡിറ്റി, ഛർദിൽ, വോമിറ്റിങ്, അങ്ങനെ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ചില കുട്ടികൾ വളരെ നന്നായിട്ട് ആഹാരം കഴിക്കും, എക്സസൈസ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നവർക്കും ബൾമിയോ നെർവോസിയ എന്ന് പറഞ്ഞുള്ള ഒരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാകുന്നത്, ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. കാരണം ആ ഒരു ബോഡി ചേഞ്ചസ്,
അത് അവരെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഈ ചെയ്യേണ്ടത് ഒരു കറക്റ്റായിട്ടുള്ള ആഹാരം രീതി ഉണ്ടാക്കുക. ഈ സമയത്ത് പ്രത്യേകിച്ച് അഡോളസൻ്റ് കൗമാരക്കാരായ പെൺകുട്ടികൾ കഴിക്കേണ്ടത് അമ്മ കഴിക്കുന്നതിന് ഡബിൾ ഫുഡാണ് കഴിക്കേണ്ടത്. ഡബിൾ. അമ്മ 2 ദോശ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ 4 ദോശയെങ്കിലും കഴിക്കണം. കാരണം ഇപ്പോൾ കഴിക്കുന്ന ഫുഡാണ്, ഇപ്പം നോക്കുന്ന രീതിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ എത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങളാകുന്നത്. കാരണം മുൻപ് കാലങ്ങളിൽ ഇപ്പോഴും 90-95 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന അമ്മൂമ്മമാരും അപ്പന്മാരും എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദിനചര്യ ഉണ്ടായിരുന്നു അവർക്ക്. കാരണം രാവിലെ എഴുന്നേൽക്കുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക. അവർ പഴയ കാലത്ത് വ്യായാമം ഒന്നും ചെയ്യാൻ പോകില്ല, സൂര്യ നമസ്കാരം ചെയ്യും. പോയി കുളിച്ച് ഭസ്മം ഇട്ടിട്ട് നേരെ പോയി ഭഗവാനെ തൊഴും, അത് സൂര്യ ഭഗവാനെ നമസ്കരിക്കും. അപ്പോൾ അതുപോലത്തെ എക്സർസൈസുകൾ ചെയ്യുക. അപ്പോൾ സൂര്യനെ നമസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, വെളിയിൽ പോയി കുറച്ചൊന്ന് തറയെ തൊട്ട് തൊഴുക, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം പ്രെയർ ചെയ്യുക. അപ്പോൾ പുറത്ത് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് പോയി നിന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലേ തന്നെ നമുക്ക് പല രോഗങ്ങളും വരികയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്യുക. മരുന്ന് ഇത്രത്തോളം കഴിക്കുന്നു അത് അത്രത്തോളം ഹാംഫുള്ളും ആവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയെ ഹെൽത്തിയാക്കി എടുക്കാൻ നോക്കുക. ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഫിസിക്കൽ സ്ട്രഗിളിൽ പെയിനൊക്കെ ഉണ്ടാകുന്നത് പല നെഗറ്റീവ് കോൺസിക്വൻസസ് കാരണമാണ്. പിന്നെ വരുന്നതാണ് സൈബറിനോടുള്ള അമിതമായ ആസക്തി. കാരണം ഒത്തിരി നേരം വളരെയധികം നേരം ഫോൺ യൂസ് ചെയ്യുക, ചാറ്റ് ചെയ്യുക, പിന്നെ രാത്രി വളരെ കൂടുതൽ നേരം സംസാരിക്കുക. ഇതൊക്കെ വളരെയധികം നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും, കോൺസെൻട്രേഷനെ ബാധിക്കുകയും പഠിത്തത്തിനെ അഫക്റ്റ് ചെയ്യും. കാരണം ഈ സമയത്തെന്ന് വെച്ചാൽ മെയിൻ വർക്കെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ പഠനമാണ്. പഠനത്തിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. നാച്ചുറലി ഇതെല്ലാം ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കുകയും പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മളിൽ മെൻ്റൽ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഗെയിം കളിക്കുക, ഗെയിം മണിക്കൂറുകളോളം കളിക്കുക, ആ ഗെയിമിനകത്ത് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിലുണ്ടാകുന്ന ആ ഒരു സ്ട്രഗിൾ. കാരണം വിത്തൗട്ട് ഫിസിക്കൽ പ്രസൻസ് ത്രൂ ആ ഒരു ഗാഡ്ജറ്റ്സ് വഴി ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് പല കുട്ടികളിലും. കാരണം വിരലുകൾ പ്രോബ്ലംസ് ഉണ്ടാകുന്നു, മോട്ടോർ ന്യൂറോൺ ആക്ടിവിറ്റിയൊക്കെ ഡെഫിസിറ്റ് ആവുകയും വിരലുകളുടെ ആക്ടിവിറ്റീസൊക്കെ കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിറയൽ പോലെ, ഷിവറിങ് പോലെ വരും, ഒരു വിഡ്രോവൽ പോലെ വരും. റൂം അടച്ചിട്ടിരിക്കുക, കുളിക്കാറില്ല, ബാത്ത് ചെയ്യാറില്ല, കുളിക്കില്ല, വാഷ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. വളരെ കാലം തന്നെ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാരൻസിന് അത് പ്രോബ്ലം ആവേണ്ട ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ, മെൻ്റൽ ഡെവലപ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം അതിന് വേണ്ടി കാരണം നമുക്ക് ഒരു പരിധി നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുക ആ ടൈമിങ്. കാരണം എത്ര സമയമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പാരൻസ് എത്ര നമ്മളെ കൺട്രോൾ ചെയ്ത് വന്നാലും നമ്മുടേതായിട്ടുള്ള ഒരു ടൈം നമ്മുടെ ലിമിറ്റ് ചെയ്ത് കഴിയുക. രാത്രി അധിക നേരം ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഉറക്കത്തിന് അത് ബാധിക്കും. ഉറക്കമില്ലായ്മ വിഷാദത്തിലോട്ട് കൊണ്ടുപോകും. അത് പല ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാകും, പല രോഗങ്ങളിലോട്ടും മാനസികമായിട്ട് പല രോഗങ്ങളിലോട്ടും നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ബുള്ളിങ് എന്ന് വെച്ചാൽ ആക്രമണം ഉണ്ടാക്കുന്ന പീരീഡാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അടച്ചിട്ട് വളർത്തിയ നമ്മളെ പെട്ടെന്നൊരു സമയത്ത് നമ്മളങ്ങ് തുറന്നങ്ങ് പുറത്തോട്ടങ്ങ് വരികയാണ്. ഇപ്പം വരുമ്പം ഈ ബോഡി സ്ട്രക്ചറൊക്കെ വ്യത്യാസമായി വരുമ്പോൾ ഇപ്പോഴത്തെ മുൻപ് കാലങ്ങളിൽ ആൺകുട്ടികൾ മാത്രമേ അടികൂടാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗ്യാങ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ഗ്യാങ് ഫോം ചെയ്തിട്ട് ഗ്യാങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ്, പിയർ ഇൻഫ്ലുവൻസിന് വേണ്ടി കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതിനുവേണ്ടി വഴക്കുണ്ടാക്കുക, അടിയുണ്ടാക്കുക, അങ്ങനത്തെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ മുതിരുന്നു. അപ്പം അത് മനസ്സിലാക്കണം സ്വയം. കാരണം നമുക്ക് നമ്മളെക്കുറിച്ചൊരു സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യണം. സ്വയം കുറച്ചും സംസാരിച്ച് നോക്കണം, തന്നെത്താനെ അത് തിങ്ക് ചെയ്ത് നോക്കണം. ശരിയാണോ ഈ പോകുന്നതൊക്കെ ശരിയാണോ? അപ്പം നമ്മുടെ ശരീരം നോവുന്നത് പോലെ മറ്റൊരാളുടെ ശരീരവും നോവുമെന്ന് വിചാരിക്കുക. എംപതറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക.
അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സ്പിരിച്വാലിറ്റി, കാരണം മുൻപ് കാലങ്ങളിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കുറേയൊക്കെ നമ്മുടെ ഏത് ഇതിലാണോ വിചാരിക്കുന്നത് അത് രീതിയിൽ നമ്മൾ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യണം. കുറച്ച് സമയം നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് തീർച്ചയായും മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഒന്നും തോന്നാറില്ല. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, ഫിസിക്കലി ആക്റ്റീവ് ആകുക, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. ഈ ഫോൺ, അതായത് ഫോണിലെ ഗെയിമും അത് ഗാഡ്ജറ്റ്സിലെ ഗെയിമും അതൊക്കെ കളിക്കുമ്പോഴാണ് ഈ അക്രമാസക്ത കൂടുന്നത്. കാരണം അതിൻ്റെ ടെംപ്റ്റേഷനെ കുറച്ച് തന്നെത്താനെ കുറയ്ക്കാൻ നോക്കുക. അല്ല നിങ്ങളെ കൊണ്ട് സ്വയമേവ മാറുന്നില്ല എങ്കിൽ സീക്ക് ഹെൽപ്പ് ഫ്രം യുവർ ടീച്ചേഴ്സ്, അതർവൈസ് ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിനെ കാണുക.